പരിശുദ്ധമായ ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മഹത്തായ രാത്രി അത് ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ആവർത്തിച്ചു വരുന്ന ജനിച്ച രാത്രിയാണ് എന്നും അതല്ല ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ മുത്തുനബിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി അത് അള്ളാഹുവുമായി അഭിമുഖ സംഭാഷണത്തിൽ ഏർപ്പെട്ട അള്ളാഹുവിനെ കാണാൻ വേണ്ടി നടത്തിയ ആകാശയാത്ര നടന്ന ആ രാത്രിയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. പരിശുദ്ധമായ ഖുർആനിൽ ഇസ്രായിനെ കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് സുബ്ഹാനല്ലദീ, ഒരുത്തൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ്. ഇസ്രായിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ സുബ്ഹാന, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടാണ്. എന്തുകൊണ്ടാണ് സുബ്ഹാന പറഞ്ഞു തുടങ്ങിയത്? മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു. സുബ്ഹാന എന്ന പദം അത് അത്ഭുതമുണ്ടാകുമ്പോൾ പ്രയോഗിക്കുന്ന പദമാണ്. ഇസ്രാ യാത്ര എന്ന് പറഞ്ഞാൽ, മിഅ്റാജ് യാത്ര എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമായ ഒരു യാത്രയാണ്. 40 രാത്രി സഞ്ചരിക്കേണ്ട ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു രാത്രിയുടെ അല്പസമയം കൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തി. അതൊരു അത്ഭുതമല്ലേ? ആ അത്ഭുതത്തെ പരാമർശിക്കുമ്പോൾ അതൊരു അത്ഭുതമായതുകൊണ്ടാണ് സുബ്ഹാന അല്ലദീ, ഒരുത്തൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. എങ്ങനത്തെ ഒരുത്തനാണ്? അസ്റാ ബിഅബ്ദിഹി, തൻ്റെ അടിമയെ അവൻ രാത്രിയിൽ രാപ്രയാണം നടത്തി, രാത്രി യാത്ര ചെയ്യിപ്പിച്ചു. അസ്റാ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ സഞ്ചരിപ്പിച്ചു. ബിഅബ്ദിഹി, ആരെയാണ് സഞ്ചരിപ്പിച്ചത്? ആ ഒരുത്തൻ്റെ അടിമയെയാണ് സഞ്ചരിപ്പിച്ചത്. മുഹമ്മദ് നബിയെ എന്ന് പറഞ്ഞില്ല, അള്ളാഹുവിൻ്റെ റസൂലിനെ എന്ന് പറഞ്ഞില്ല, അബ്ദിനെ, അടിമയെ എന്നാണ് പറഞ്ഞത്. എന്തേ അടിമയെ എന്ന് പറയാൻ കാരണം? ഈസാ നബി അലൈഹിസ്സലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തിയത് കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമിനെ കുറെ ആളുകൾ ദൈവമാക്കി. ഈസാ നബി അലൈഹിസ്സലാം യേശു ക്രിസ്തു ദൈവമാണെന്ന് അവർ വാദിച്ചു. മുത്തുനബി അള്ളാഹുവിനെ കാണാൻ വേണ്ടി ആകാശത്തേക്ക് പോയതുകൊണ്ട് ആ മുത്തുനബിയെ നിങ്ങൾ അള്ളാന്റെ ദൈവമാണെന്ന് നിങ്ങൾ പറയരുത്. അതുകൊണ്ടാണ് അസ്റാ ബിഅബ്ദിഹി, ആ ദൈവത്തിന്റെ അടിമയാണ് അള്ളാഹു രാത്രിയിൽ യാത്ര നടത്തിപ്പിച്ചത്. എവിടെ നിന്ന്? മിനൽ മസ്ജിദിൽ ഹറാം, മക്കയിലുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്ന്. ഉമ്മുഹാനി ആകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവേൻ ഉപ്പയുടെ സഹോദരനായ അബൂ ത്വാലിബിന്റെ മകളായ ഉമ്മുഹാനിന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അവിടുത്തെ ഹൃദയം ശുദ്ധീകരിച്ച വെള്ളം കൊണ്ട് ഓപ്പറേഷൻ നടത്തി ഹൃദയം ശുദ്ധീകരിച്ച് മുത്തുനബിയെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നമ്മൾ ഒരു ശുദ്ധീകരണം കേട്ടിട്ടുണ്ട്. നിങ്ങൾ ചെറുപ്പകാലത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഒരു രക്തക്കട്ട എടുത്ത് ശുദ്ധീകരിച്ച് വെച്ചത്. ഇങ്ങനെ പല സമയത്ത് മുത്തുനബിക്ക് ശുദ്ധീകരണം നടന്നിട്ടുണ്ട്. അതിലൊരു ശുദ്ധീകരണമാണ് ഇസ്റാഇന്റെ മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം ആ വീടിന്റെ സമീപത്തേക്ക് വന്ന് മുത്തുനബിയുടെ ഹൃദയം എടുത്ത് സംസത്തിൽ ശുദ്ധീകരിച്ച് വീണ്ടും അവിടെ വെച്ച് മുത്തുനബിയെയും കൊണ്ട് പോവുകയാണ്. എവിടേക്കാ പോയത്? ഇലൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിലേക്ക് കൊണ്ടുപോയി. മക്കയിലുള്ള മസ്ജിദുൽ ഹറാം ആകുന്ന പള്ളിയിലേക്ക്. എന്നിട്ട് അവിടെ വെച്ച് ബുറാക്കുന്ന വാഹനത്തിൽ കയറ്റി. എന്നിട്ടോ ഇലൽ മസ്ജിദിൽ അഖ്സ, അവിടെ നിന്ന് എത്രയോ 40 രാത്രികൾ സഞ്ചരിക്കേണ്ട
മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. എപ്പോഴാ കൊണ്ടുപോയത്? ലൈലൻ, ഒരു രാത്രിയുടെ അല്പസമയം കൊണ്ടായി യാത്ര സംഭവിക്കുന്നത്. എങ്ങനത്തെ മസ്ജിദുൽ അഖ്സയാണ്? ബറക്നാ ഹൗല, ആ മസ്ജിദുൽ അഖ്സായുടെ ചുറ്റുഭാഗത്തും നാം ബറക്കത്ത് ചെയ്തിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ മസ്ജിദുൽ അഖ്സ. എന്തേ മസ്ജിദുൽ അഖ്സക്ക് ഇത്ര മഹത്വം ലഭിക്കാനുള്ള കാരണം? അതിന്റെ ചുറ്റും ബറക്കത്തുണ്ടാവാനുള്ള കാരണം എന്തേ? മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു. 2 കാരണങ്ങളാണ് അവർ പറഞ്ഞത്. ഒന്ന്, ആ നാട്ടിൽ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുവട്ടത്ത് ഫലപുഷ്ടമായ ധാരാളം വിഭവങ്ങൾ ലഭ്യമാണ്. കൃഷികളുണ്ട്, ഫലങ്ങളുണ്ട്, ഒഴുകുന്ന നദിയുണ്ട്. ആ നിലക്കെല്ലാം മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗം ബറക്കത്ത് അള്ളാഹു നൽകിയ ഒരു സ്ഥലമാണ്. പിന്നെയോ മറ്റൊരു ബറക്കത്ത് കൂടി മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുവട്ടത്തുണ്ട്. ഒരുപാട് അമ്പിയാക്കളും സ്വാലിഹീങ്ങളും അന്തിയുറങ്ങുന്ന, ഒരുപാട് നബിമാരും മഹാന്മാരായ ഔലിയാക്കളും അന്തിയുറങ്ങുന്ന മണ്ണാണ് മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുമുള്ള ഭാഗം. അതുകൊണ്ട് ആ നിലക്കും മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്തിൽ ബറക്കത്തുണ്ട്. ശരിക്ക് പഠിക്കേണ്ട പോലെ പരിശുദ്ധമായ ഖുർആനൊക്കെ പഠിച്ചാൽ മുജാഹിദീങ്ങളൊക്കെ പെട്ടുപോകും അല്ലേ? ഇസ്രായിനെ വിശ്വസിക്കുന്നവനെ, ഖുർആനിനെ വിശ്വസിക്കുന്നവനെ, മിഅ്റാജിനെ വിശ്വസിക്കുന്നവനെ, നീ അല്ലാഹുവിനെ വിശ്വസിക്കുന്നവനാണെങ്കിൽ നീ മഹാന്മാരുടെ മഹത്വത്തെയും വിശ്വസിക്കണം. ഖുർആൻ തിരിയേണ്ട പോലെ തിരിയാഞ്ഞിട്ടല്ലേ മുബ്തദിഉകൾ ഔലിയാക്കളെ നിഷേധിക്കുന്നത്, മുബ്തദിഉകൾ അവർക്ക് പവറില്ല എന്ന് പറയുന്നത്. മുമ്പ് ജീലാനി ശൈഖിന്റെ അനുസ്മരണത്തിൽ നമ്മൾ സംസാരിച്ചു. വിളിച്ചാൽ വിളിപ്പുറത്താണ് മഹാനായ ജീലാനി ശൈഖ് എന്ന്. അപ്പോൾ പലരും എന്നോട് പേഴ്സണലായി സംശയങ്ങൾ ചോദിച്ചു. അൽഹംദുലില്ലാ, നല്ല കാര്യമാണ്. പലരും അതിനെ എതിർത്തു. എന്തേ കാരണം? അവരുടെ കണക്കിൽ ഔലിയാ ഇന്ന് മരണശേഷം ബറക്കത്തില്ല. എന്നാൽ കേട്ടോ, പരിശുദ്ധമായ ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുകയാണ്, ബാറക്നാ ഹൗല, മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുവട്ടത്ത് ബറക്കത്തുണ്ടെന്ന് പറയാൻ കാരണം അതിൻ്റെ ചുറ്റുവട്ടത്ത് ഔലിയാക്കൾ അന്തിയുറങ്ങുന്നത് കൊണ്ടാണ്. ലിനുരിയഹു മിൻ ആയാതിനാ, എന്തിനാ ആ മുത്തുനബി ഇങ്ങനെ കൊണ്ടുപോയത്? എന്തിനായി ഇങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യം? ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ അത്ഭുതങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ ആ മുത്തുനബിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇതൊന്നും അള്ളാഹ്ക്ക് പണിയുള്ള കാര്യമല്ല എന്ന് കാണിച്ചു കൊടുക്കാനാണ്. എത്ര വഴി ദൂരമുണ്ടെങ്കിലും മഹാന്മാരായ ആളുകൾക്ക്, അള്ളാഹു കഴിവ് കൊടുക്കുന്ന ആളുകൾക്ക് എത്ര ദൂരത്ത് നിന്നും എത്ര ദൂരത്തോട്ടും എത്താൻ കഴിയുമെന്ന് അള്ളാഹ് കാണിച്ചു കൊടുക്കുകയാണ്. എന്തൊരത്ഭുതമാണല്ലേ! ബഗ്ദാദിലുള്ള ജീലാനി ശൈഖിന് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെത്താൻ കഴിയുന്നത്, നമ്മുടെ വീട്ടിലെത്താൻ കഴിയുന്നത്, നമ്മെ സഹായിക്കാൻ കഴിയുന്നത്? കേട്ടോ 40 രാത്രികളോളം സഞ്ചരിത്തെത്തേണ്ട ഷാമിലെ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു രാത്രിയുടെ അല്പഭാഗം കൊണ്ട് മുത്തുനബി എത്തിക്കാൻ കഴിഞ്ഞ അള്ളാഹുവിന് അത് പ്രയാസമുള്ള കാര്യമല്ല. അതാണ് മുഅ്മിനിന്റെ വിശ്വാസം. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, തീർച്ചയായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അവനെല്ലാം കേൾപ്പിക്കാനും എല്ലാം കാണിച്ചു കൊടുക്കാനും കഴിവുള്ളവൻ കൂടിയാണ് എന്ന് നമ്മൾ ഈ ആയത്തിനോട് കൂട്ടി വായിക്കണം. എല്ലാം കാണിച്ചു കൊടുക്കാൻ, എല്ലാം കേൾപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. അവിടെ മരിച്ചവരെന്നില്ല, അവരെ വഫാത്തായവരെന്നില്ല, അവരെ ജീവിച്ചിരിക്കുന്നവരില്ല. അല്ലാഹു ഒരു കാര്യം ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാൽ അതിനെ തടയാൻ ആർക്കും കഴിയില്ല. അല്ലാഹു ആരാരും കേൾക്കാത്ത ഒരു കാര്യം ഒരാൾക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാൽ അതിനെ തടയാൻ ആർക്കും കഴിയില്ല. അതാണ് ഇസ്രാ യാത്ര. അതാണ് ഇസ്രാ യാത്ര. ബുറാഖ് എന്ന വാഹനത്തിലാണ് ഈ യാത്ര നടക്കുന്നത്. എന്താണ് ബുറാഖ്? കഴുതേക്കാൾ വലുപ്പമുള്ള
എന്നാൽ കോവർ കഴുതയുടെ അത്ര വലുപ്പമില്ലാത്ത വെളുത്ത ഒരു വാഹനമാണ് ബുറാഖ്. എന്തേ അതിന് ബുറാഖ് എന്ന് പേര് പറയാൻ കാരണം? ഇടിമിന്നൽ വേഗത്തിൽ അത് സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ബർഖ് എന്ന് അർത്ഥമുള്ള, മിന്നൽ എന്ന് അർത്ഥമുള്ള, അതിൽ നിന്നെടുത്ത ബുറാഖ് എന്നതിന് പേര് കൊടുത്തത്. ഈ യാത്ര ഒരൊറ്റ യാത്രയായിരുന്നില്ല. അതായത് എവിടെയും നിർത്താതെ നേരെ പോകുന്ന യാത്രയായിരുന്നില്ല. ശരിക്കും ഇസ്രായിനെ കുറിച്ച് പഠിച്ചാൽ പുത്തനാശയക്കാരും മുജാഹിദീങ്ങളൊക്കെ കുടുങ്ങിപ്പോകും. എങ്ങനെയായിരുന്നു ഇസ്രാ? ഒരുപാട് സ്ഥലങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി നിസ്കരിച്ചിട്ടുണ്ട്. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി മദീനയിൽ വെച്ച് നിസ്കരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ഥലം മിസ്റിൽ നിന്ന് മടങ്ങുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം തണലിന് വേണ്ടി ഇരുന്ന മദിയൻ പ്രദേശത്തുള്ള മരച്ചുവട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ മിസ്റിൽ നിന്ന് മൂസാ നബി മടങ്ങി വരുന്ന, ഈജിപ്തിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് മദീനയിലെത്തിയപ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ തണലിന് വേണ്ടി ഇരുന്നിരുന്നു. അവിടെ എത്തിയപ്പോൾ അവിടെ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ചു. എന്തേ കാരണം? ആ സ്ഥലത്തിന് പവിത്രതയുണ്ട്. അതൊരു അള്ളാഹുവിൻ്റെ നബിയാകുന്ന ഒരു മഹാമനൂഷി തണലിലിരുന്ന സ്ഥലമാണ്. മഹാന്മാരുമായി ബന്ധപ്പെട്ടതിന് ബറക്കത്തുണ്ടെന്ന് മുത്തുനബിയുടെ ഇസ്റാ നമ്മെ പഠിപ്പിക്കുന്നു. അത് ഈസാ നബിയാകുന്ന മഹാനുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്, അതിന് ബറക്കത്തുണ്ട്. മഹാന്മാരുമായി ബന്ധപ്പെട്ട ഒന്നിനും ബറക്കത്തില്ല. മഹാന്മാർക്ക് ബറക്കത്തില്ല, അവരുടെ വസ്ത്രത്തിന് ബറക്കത്തില്ല, അവരുമായി ബന്ധപ്പെട്ട ഒന്നിനും ബറക്കത്തില്ല, അവരുടെ മഖാമിന് ബറക്കത്തില്ല എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വിരോധികളായ പുത്തനാശയക്കാരോട് പറയാൻ, ഇസ്രാ പഠിക്കടോ, മിഅ്റാജ് പഠിക്കടോ. അതുപോലെ നബി സല്ലല്ലാഹു ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മസ്ഥലമായ ബൈത്തുൽ ലഹ്മിൽ നിസ്കരിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി മഹാന്മാരുമായി ബന്ധപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട തുരിസീനാ പർവ്വതം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മസ്ഥലമായ ബൈത്തുൽ ലഹം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അള്ളാന്റെ ഹബീബ് നിസ്കരിക്കുകയാണ്. അത് ആ സ്ഥലങ്ങളുടെ മഹത്വം, അതിന്റെ ബറക്കത്ത് എടുക്കുകയാണ്. അങ്ങനെയാണ് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുന്നത്. ഈ യാത്രക്കാണ് ഇസ്റാ എന്ന് പറയുന്നത്. എന്നാൽ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് അള്ളാഹുവിനെ കാണാൻ പോയതാണ്. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് രാജാതിരാജനായ റബ്ബിനെ കാണാൻ വേണ്ടി പോയ ആകാശയാത്രക്കാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. രണ്ടും ഒന്നല്ല, രണ്ടും രണ്ട് തന്നെയാണ്. മിഅ്റാജ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം തന്നെ കയറുന്ന വസ്തു, കോണി എന്നൊക്കെയാണ് മിഅ്റാജ് എന്ന പദത്തിന്റെ അർത്ഥം. മുകളിലേക്ക് കയറുകയാണ്, മുകളിലേക്ക് കയറി പോവുകയാണ്. മിഅ്റാജ് യാത്ര നടത്തിയത് പ്രബല അഭിപ്രായ പ്രകാരം അത് ബുറാഖ് എന്ന വാഹനത്തിലല്ല, മറിച്ച് സ്വർണത്തിനാലോ അല്ലെങ്കിൽ വെള്ളിയാലോ നിർമ്മിക്കപ്പെട്ട, മുത്തുകളാൽ അലങ്കരിക്കപ്പെട്ട ഒരു കോണിയുടെ ഒരു കോണിയിൽ ഇരുന്നു കൊണ്ടാണ് എന്നാണ് പ്രബല അഭിപ്രായം. ഇതൊക്കെ വിശ്വസിക്കണം, എന്നാലേ മുഅ്മിനാകൂ. ഇതൊക്കെ സ്വപ്നായിരിക്കും എന്ന് ചില ആളുകൾ. ഇത് റസൂലുള്ളാഹി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കണ്ടതായിരിക്കുന്നു. സ്വപ്നം കണ്ടതാണെങ്കിൽ നമ്മൾ സുബ്ഹാന എന്ന് പറഞ്ഞ് ഖുർആനിൽ അത് പറയില്ലല്ലോ. അത്ഭുതം, സ്വപ്ന അത്ഭുതമാവില്ലല്ലോ. സ്വപ്നത്തിൽ എന്തും കണ്ടൂടെ? സുബ്ഹാന എന്ന് പറഞ്ഞ ആയത്ത് തുടങ്ങിയത് തന്നെ എന്താ? അത് അത്ഭുതമായതുകൊണ്ടാന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഇനിയോ ഇന്നും വരും, സ്വപ്നാണെന്ന് പറയുന്ന ആളുകൾ വരും, അന്നുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇസ്ലാമിന്റെ വിരോധികൾ അവരവിടെ പറഞ്ഞിരിക്കും. ഈ സംഭവം സത്യമാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് സത്യവാൻ എന്ന് പേര് തന്നെ വന്നത്. ആലോചിക്കണം, ആ ഈമാൻ ഉണ്ടാവുമോ? ആ ഈമാനിന്റെ അവിടേക്ക് നമ്മൾ എത്തിയില്ലെങ്കിലും ഇതൊക്കെ വിശ്വസിച്ച് മുത്തുനബിക്ക് അള്ളാഹു കൊടുത്ത മഹത്വം നമ്മൾ അംഗീകരിക്കുക. അള്ളാഹ്ക്ക് ഇതിന് കഴിയൂലേ എന്ന് ചിന്തിച്ചാൽ എല്ലാ ചോദ്യവും അവിടെ അവസാനിക്കുകയാണ്. ആകാശലോകത്തുനിന്ന് ദിവസവും മലക്കുകളെ താഴേക്കിറക്കുന്നു. പകലിലെ ഡ്യൂട്ടിയുള്ള മലക്കുകൾ,
അവർ വൈകുന്നേരമായാൽ ആകാശത്തിലേക്ക് കയറിപ്പോകുന്നു. രാത്രിയുടെ ഡ്യൂട്ടി കൊണ്ടേൽപ്പിക്കപ്പെട്ട മലക്കുകൾ ഇറങ്ങി വരുന്നു. അവർ പകലാകുമ്പോൾ കയറിപ്പോകുന്നു. ഇങ്ങനെ ദിവസവും നടക്കുന്നു. ഇത് നമ്മുടെ വിശ്വാസമാണ്. ഇതിന് കഴിയുന്ന അള്ളാഹ്ക്കെന്തേ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബിനെ അവന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ ഇത്ര പ്രയാസം? അതാലോചിച്ചാൽ നമ്മുടെ സംശയങ്ങളൊക്കെ അവിടെ തീരും. അപ്പൊ മിഅ്റാജ് അതാണ്, ആകാശയാത്ര. ഒന്നാം ആകാശത്തിലേക്ക് എത്തുന്നു. അവിടെ കവാടത്തിലിരിക്കുന്ന അംലാക്ക് മലക്കുകൾ ചോദിക്കുന്നു, ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയുന്നു, ജിബ്രീലാണ്. കൂടെ ആരാണുള്ളത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ ഒന്നാം ആകാശത്തിലേക്ക് കടത്തിവിടുന്നു. അവിടെ വെച്ച് ആദം നബി അലൈഹിസ്സലാമുമായി കണ്ടുമുട്ടുന്നു. മുത്തുനബിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആദം നബിയെ പരിചയപ്പെടുത്തുന്നു. ഇത് നിങ്ങളുടെ പിതാവാണ്, സലാം പറയുക എന്ന് പറയുന്നു. ആദം നബി അലൈഹിസ്സലാം മുത്തുനബി ആശീർവദിക്കുന്നു. രണ്ടാം ആകാശത്തേക്ക് കടന്നു ചെല്ലുന്നു. അവിടെയും കവാടത്തിലുള്ള മലക്കുകളോട് മറുപടി പറഞ്ഞ് കയറ്റിവിട്ടതിന് ശേഷം അവിടെ വെച്ച് യഹിയ നബി അലൈഹിസ്സലാമിനെയും ഈസാ നബി അലൈഹിസ്സലാമിനെയും കണ്ടുമുട്ടുന്നു. അവരുടെ ആശീർവാദവും സ്വീകരിച്ച ശേഷം മൂന്നാം ആകാശത്തേക്ക് കയറുന്നു. അവിടെ വെച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുന്നു. നാലാം ആകാശത്തേക്ക് കയറുന്നു. അവിടെ വെച്ച് ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുന്നു. അഞ്ചാം ആകാശത്തേക്ക് കയറുന്നു. അവിടെ വെച്ച് ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുന്നു. ആറാം ആകാശത്തേക്ക് കയറുന്നു. അവിടെ വെച്ച് മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുന്നു. ഏഴാം ആകാശത്തേക്ക് കയറുന്നു. അവിടെ വെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുന്നു. ഓരോ സ്ഥലങ്ങളിലും ആരാണെന്ന് ചോദിക്കുന്നു. ഞാൻ ജിബ്രീലാണ്, കൂടെയുള്ളത് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറയുന്നു. കടത്തിവിടുന്നു. നബിമാരോട് സലാം പറയുന്നു. അവരാശീർവദിക്കുന്നു. 7 ആകാശങ്ങൾ കടന്നു ചെന്നപ്പോ അവിടുന്ന് അങ്ങോട്ട് കടക്കാൻ, അള്ളാഹുവിനെ കാണാൻ ജിബ്രീൽ അലൈഹിസ്സലാമിന് അനുമതിയില്ല. മുത്തുനബിയെ കടത്തിവിടുന്നു. അവിടെ നിന്നും എത്രയോ സഞ്ചരിച്ച് അള്ളാഹുവിൻ്റെ അത്ഭുതമാകുന്ന ആകാശലോകത്തുള്ള സൗരയുദ്ധങ്ങളും നക്ഷത്രങ്ങളും ഗാലക്സികളും മറ്റുള്ള സൃഷ്ടിപ്പുകളും ലൗഹും അർശും കുർസിയും എല്ലാം കണ്ട്, സ്വർഗവും നരകവും ഒക്കെ കണ്ട് അള്ളാഹുവിനെ കാണുന്ന ആ മഹത്തായ ആകാശയാത്ര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിക്കുന്നു. ഇതാണ് മിഅ്റാജ്. ആ മിഅ്റാജിൽ അള്ളാഹുവിനെ കണ്ടപ്പോൾ അള്ളാഹു കൊടുത്ത സമ്മാനമാണ് നമ്മൾ കഴിഞ്ഞ ഹളറയുടെ മജ്ലിസിൽ വിശദീകരിച്ച പരിശുദ്ധമായ 5 വഖത്ത് നേരത്തെ നിസ്കാരം. അത് നിർബന്ധമാണ്. അത് മുത്തുനബിക്ക് കൊടുത്ത സമ്മാനമാണ്. നമുക്കറിയാം 50 വഖത്താ കൊടുത്തത്. തിരിച്ച് 6ആം ആകാശത്തേക്ക് എന്നെ തിരിച്ചെത്തിയപ്പോൾ അവിടെ വെച്ച് മൂസാ നബിനെ കാണുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം പറയാൻ, ഉമ്മത്തിന് ഇത് കഴിയില്ല, തിരിച്ചയക്കുന്നു, വീണ്ടും വരുന്നു, വീണ്ടും തിരിച്ചയക്കുന്നു. അങ്ങനെ അവസാനം അത് 5 റക്അത്താക്കി, 5 വഖത്താക്കി ചുരുക്കി. 5 വഖത്ത്, 5 നേരത്തെ നിസ്കാരമാക്കി ചുരുക്കി. അപ്പൊ നിങ്ങൾ നോക്കി, മൂസാ നബി എന്നോ വഫാത്തായ ആളാ. ഈ മൂസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ ഇടപെടുകയാണ്. വീണ്ടും മുജാഹിദ് കൊടുങ്ങാണ്. എങ്ങനെയാണ് ഇടപെടുന്നത്? അപ്പൊ മരിച്ചുപോയവർക്ക് ജീവിച്ചിരിക്കുന്നവരുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിയും. അതിന് തെളിവാണ് മിഅ്റാജ് യാത്ര. ഏതായാലും അങ്ങനെ ആ 5 വഖത്ത് നമസ്കാരം അള്ളാഹുവിൻ്റെ ഹബീബ് സ്വീകരിച്ച് തിരിച്ച് എവിടെ നിന്നാണോ യാത്ര പുറപ്പെട്ടത് അവിടേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. ഇതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നരകത്തിൽ പലരെയും കാണുന്നുണ്ട്, സ്വർഗത്തിൽ കാണുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പല അത്ഭുത സൃഷ്ടിപ്പുകളും കാണുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ മറ്റുള്ള നബിമാർക്കെല്ലാം ഇമാമായി നിസ്കരിക്കുന്നുണ്ട് മസ്ജിദുൽ അഖ്സയിൽ വെച്ച്. ഇങ്ങനെ പല അത്ഭുതങ്ങളും കാണുന്നുണ്ട്. ഇതെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത വലിയ മഹത്വമാണ്. മിഅ്റാജ് നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ കണ്ടോ? പുത്തനാശയക്കാരെ തച്ച് തകർക്കുകയല്ലേ ഇസ്രാവും മിഅ്റാജും ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ ആളുകളുടെ വിശ്വാസങ്ങളെ തകർത്തെറിയുകയല്ലേ. സാധാരണ ഒരു മനുഷ്യന് ഇസ്രാ നടത്താൻ കഴിയുമോ? സാധാരണ ഒരു മനുഷ്യന് മിഅ്റാജ് നടത്താൻ കഴിയുമോ? ഇല്ല. മരണപ്പെട്ട മഹാന്മാർക്ക്
കഴിവില്ല എന്ന് പറഞ്ഞവരുടെ വിശ്വാസങ്ങളെ തച്ച് തകർക്കുക എന്നത് മിഅ്റാജ് ഇസ്റാഉം നമുക്ക് നൽകുന്ന പാഠമാണ്. സൃഷ്ടികളുടെ വിഷയത്തിൽ മഹാന്മാരായ മരിച്ചു പോയവർക്ക് ഇടപെടാൻ കഴിയുമെന്ന് പറയുന്നത് മിഅ്റാജ് നമുക്ക് നൽകുന്ന പാഠമാണ്. അവർക്ക് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് മൂസാ നബി അവിടെ 6-ാം ആകാശത്തേക്ക് അപ്പോഴേക്ക് എത്തിയത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? അത് മിഅ്റാജ് നൽകുന്ന പാഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാഴ്ചയും കേൾവിയും അത് സാധാരണ കാഴ്ചയും കേൾവിയുമല്ല. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹുവിന് ആ കാഴ്ചയും കേൾവിയും കൊടുക്കാൻ കഴിയുമെന്നുള്ളത് ഇസ്റാ മിഅ്റാജ് നമുക്ക് നൽകുന്ന പാഠമാണ്. ഇതൊക്കെ ആർക്കാ ലഭിച്ചത്? നമ്മുടെ നേതാവിനാണ്, നമ്മുടെ നബിക്കാൻ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ഇതിന് നമ്മൾ നന്ദി ചെയ്യണം. ഇങ്ങനത്തെ ഒരു നേതാവിൻ്റെ അനുയായികളായി അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിൽ നമ്മൾ അള്ളാഹുവിന് നന്ദി ചെയ്യണം. എന്തേ നന്ദി? ആ നന്ദിയാണ് നാളത്തെ നോമ്പനുഷ്ഠാനം. വയുസ്തഹബ്ബു സൗമു യൗമിൽ മിഅ്റാജ്, മിഅ്റാജിന്റെ പകലിൽ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് എന്ന് നമ്മുടെ മഹാന്മാരായ ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇതും മുജാഹിദ് എതിർക്കും. അവർ പറയും അന്നങ്ങനെ ഒരു നോമ്പൊന്നുമില്ല. അവർ ഇത്തരം കാര്യങ്ങളെ സുന്നത്തിനെ എതിർക്കുന്നവർ മാത്രമല്ല, വിശ്വാസപരമായ കാര്യങ്ങളെ എതിർക്കുന്നവർ മാത്രമല്ല, അവർ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്. അതുകൊണ്ട് അവർ അതിനെയും എതിർക്കും. എന്നാൽ നമുക്കിത് വിശ്വാസമാണ്. അതുകൊണ്ട് നമ്മുടെ മുത്തുനബിക്ക് അള്ളാഹു കൊടുത്ത ഈ അനുഗ്രഹത്തിന് നന്ദി എന്ന നിലക്ക് നമ്മൾ നാളെ നോമ്പനുഷ്ഠിക്കണം. മാത്രമല്ല നാളെ അല്ലാഹുവിന് വേണ്ടി ധാരാളം തസ്ബീഹുകൾ ചൊല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ധാരാളമായി അധികരിപ്പിക്കണമെന്നും മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് അത് നമുക്കതിനെല്ലാം തൗഫീഖ് നൽകി ഈ പരിശുദ്ധമായ ഇസ്റാ മിഅ്റാജിൻ്റെ രാവും നാളത്തെ പകലും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അത് നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്.